ഗൈസ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മായിമ്മ എനിക്കൊരു 8ൻ്റെ പണി തന്നു. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വൈറ്റ് ചാർട്ട്. കുടുംബശ്രീയുടെ വാർഷികാഘോഷ പരിപാടിയോടനുബന്ധിച്ച് പാട്ടും കൂത്തും മേളവും ഗെയിംസും ഒക്കെ നടക്കുന്നുണ്ട്. അതിലൊരു പരിപാടിയാണ് സുന്ദരിക്ക് പൊട്ടുകുത്തൽ. പൊട്ടുകുത്താൻ സുന്ദരി എവിടെ? സുന്ദരിയില്ല. അമ്മ എനിക്കിട്ടൊരു 8ൻ്റെ പണിയെന്ന് പറഞ്ഞില്ലേ, വേറെ ഒന്നുമല്ല, ഒരു സുന്ദരീനെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഈ പട്ടിനെ പൂച്ചിനെ വരയ്ക്കണ പോലെ നിസ്സാരമല്ലല്ലോ ഒരു സുന്ദരീനെ വരച്ചെടുക്കാൻ. അതാണെങ്കിൽ അമ്മയ്ക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ. അമ്മ എനിക്ക് 8ൻ്റെ അല്ല 16ൻ്റെ പണിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ അമ്മയുടെ ശാഠ്യ പ്രകാരം ഞാൻ അങ്ങോട്ട് വരയ്ക്കാൻ തീരുമാനിച്ചു. തുമ്പിനെ കൊണ്ട് കല്ലുടിപ്പിക്കാമെന്ന് പറയില്ലേ, അതാണ് എൻ്റെ അവസ്ഥ. ഉള്ളത് പറയാലോ, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഫേസ് വരയ്ക്കുന്നത്. അതിൻ്റേതായ കുറവുകളൊക്കെ ഇതിലുണ്ട്. അങ്ങനെ ഞാനും വരച്ചു ഗൈസ്. കഷ്ടപ്പെട്ട് ഒരു ദിവസം മുഴുവൻ കുത്തിയിരുന്ന് വരച്ചിട്ട് അമ്മനെ കൊണ്ട് കാണിച്ചപ്പോൾ അമ്മ പറയാ ഇതാരാ എനിക്കറിയില്ല എന്ന്. ഞാൻ ആരായി? ശശി, വെറും ശശി. പക്ഷേ അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛന് സംഗതി പിടികിട്ടി. എൻ്റെ കെട്ടിയവനെ കാണിച്ചപ്പോഴുള്ള അവസ്ഥ കാണണം. സത്യമായിട്ടും ഞാൻ വരച്ചതാ. സത്യമായിട്ടും ഞാൻ ഉദ്ദേശിച്ചത് നയൻതാരനെയാണെങ്കിലും നയൻതാരയുടെ 7 അയൽവക്കത്തെ എത്തിയോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറ. എന്തായാലും ഇതുവരെ ഒരു ഫേസ് വരയ്ക്കാത്ത ഞാൻ ഇത്രയൊക്കെ എത്തിച്ചില്ലേ. അപ്പം അത്രയുള്ളൂ ഗൈസ്, ബൈ.